ഇതങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു സോളിൽ അപ്പർ പൊസിഷൻ റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് 3 ചെയിന് ഇട്ടിട്ട് നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നെക്സ്റ്റ് റൗണ്ട് 1 2 3. ഇനി ഓരോ ചെയിനിൻ്റെ ഈ ഉള്ളിലോട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പർ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിനിൻ്റെ ഒരു സൈഡിലൂടെ ലൂപ്പ് കടത്തിയിട്ട് ഇങ്ങനെ ഞാൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കും കേട്ടോ. ചെയിന് ഇങ്ങനെ 2 ലൂപ്പിലൂടെ കടത്തി വിടാതെ ഒരൊറ്റ സിംഗിൾ ലൂപ്പിലൂടെ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് അപ്പർ ഭാഗം നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിലായിട്ട് ചെയ്ത് വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യുന്ന രൂപം ഞാൻ കാണിച്ചു തരാം. എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് ഇവിടെ ഫിനിഷ് ആവാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റത്തെ DCയുടെ മുകളിലോട്ടായിട്ടാണ് കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതാ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ചെയിൻ 1 ചെയ്യുക. സെയിം സ്റ്റിച്ച് സ്പേസിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ലൂപ്പ് വലിച്ചെടുക്കുക. ഈ 2 ലൂപ്പിനുള്ളിലൂടെയും ഇങ്ങനെ ഈ ഒരൊറ്റ ലൂപ്പ് വലിച്ചെടുക്കുക. അതാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 2 3 4 5 6 7 8 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ ടുഗദർ ആണ് വരുന്നത്. ഇവിടെ ഡബിൾ ക്രോഷ്യ ടുഗദർ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഹുക്കിനെ യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ DC ചെയ്യുന്നത് പോലെ തന്നെ ലൂപ്പിനെ ഇങ്ങനെ സ്റ്റിച്ചിലൂടെ വലിച്ചെടുത്തിട്ട് ആദ്യത്തെ ഈ ഒരു 2 ലൂപ്പിനുള്ളിലൂടെ യാണ് വലിച്ചെടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതിലൂടെ വലിച്ചെടുക്കുന്നതിന് പകരം ഈ ഒരു ബാക്കി ബാലൻസ് 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുന്നതിന് പകരം നെക്സ്റ്റ് ചെയിനിലോട്ട് യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ DC ചെയ്ത പോലെ തന്നെ DCക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു 2 ലൂപ്പിനുള്ളിലൂടെ യാണിനെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടും കേട്ടോ. 3 ലൂപ്പ് കിട്ടും. ആ 3 ലൂപ്പിലൂടെ ഈ യാണിനെ ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് കേട്ടോ ഡബിൾ ക്രോഷ്യ ടുഗദർ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ച് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അങ്ങനെ നമുക്ക് ഇവിടെ ഒരു 6 ടുഗദർ ചെയ്തിട്ടുണ്ട്. 6 വട്ടം ടുഗദർ ചെയ്തെടുക്കണം. അപ്പോൾ 1 ആയി. 1 രണ്ടാമത്തേത് ഇതേമാതിരിക്ക് നെക്സ്റ്റ് ചെയിനിൽ DCക്ക് വേണ്ടിയിട്ട് വലിച്ചെടുക്കുക. നെക്സ്റ്റ് യാൺ ഓവർ ചെയ്തിട്ട് നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കുക.
ഇവിടെ 4 ലൂപ്പ് ഉണ്ടാവും. 2 ലൂപ്പിനുള്ളിലൂടെ വലിച്ചെടുക്കുക കേട്ടോ. നെക്സ്റ്റ് 3 ലൂപ്പിനുള്ളിലൂടെ ഒരുമിച്ച് വലിച്ചെടുക്കുക. അപ്പോൾ 2 ടുഗദർ ആയിട്ടോ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തത് ചെയ്തെടുക്കാം. കൗണ്ട് ചെയ്ത് നോക്കണേ. 1 2 3 4. ഇനി നെക്സ്റ്റ് 2 കൂടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 6 ടുഗദർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ടുഗദർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ തുടങ്ങിയ ഭാഗം മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു എൻഡ് വരെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സ്ലിപ്പ് സ്റ്റിച്ചിലും നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ഡി സിയുടെ മുകളിലോട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 9 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും ടുഗദർ ചെയ്യുക, വീണ്ടും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇവിടെ എത്തിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ 9 ചെയിനിലായിട്ട് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അതിനുള്ള നിങ്ങളുടെ സംശയം എന്താണെന്നുള്ളത് ഞാൻ തീർത്ത് തരാം. അപ്പോൾ 9 എണ്ണത്തിലായിട്ട് 1 2 3 4 5 6 7 8 9 സ്റ്റിച്ചിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നേരത്തെ നമ്മൾ ടുഗദർ ചെയ്ത ഭാഗത്തി. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടുഗദർ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമുക്കൊരു 3 ടുഗദർ കിട്ടും കേട്ടോ. ഡബിൾ ക്രോഷ്യ ടുഗദർ സ്റ്റിച്ച് 3 സ്റ്റിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സെയിം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഈ ഒരു എൻഡ് വരെ ചെയ്യുക. എൻഡിലെത്തുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിന് മുകളിലോട്ടായിട്ടുണ്ടോ
സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ഇത്രയും സ്പേസ് ഈ ഒരു ഇതിൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു ഇത് നിർത്താവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടെ ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടെ ഈ ഒരു കൂട് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് കൂടെ ചെയ്താൽ ഈ ഒരു രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെയും ചെയ്യാം, ഇത്രയും സ്പേസിൽ അങ്ങനെയും ചെയ്ത് നമുക്കിവിടെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് യാണ് കട്ട് ചെയ്ത് നമ്മുടെ ഡിസൈനനുസരിച്ച് നമുക്ക് ഈ ഒരു ഷൂവിന് അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി അപ്പോൾ ഇത് ന്യൂ ബോൺ സൈസിലായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കൂട് ഷേപ്പിൽ പറഞ്ഞത്. ന്യൂ ബോൺ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആഫ്റ്റർ 6 months ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും വട്ടം മതി കേട്ടോ. ഈ ഒരു വട്ടത്തിൽ ചെയ്താൽ മതി. അപ്പം ഇനി ഇത് നെക്സ്റ്റ് റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം സ്റ്റിച്ചിലോട്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ നിർത്തി വെച്ചിട്ടുള്ള അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഷൂവിൻ്റെ ആ ഒരു പെർഫെക്ഷൻ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഈ ഒരു റൗണ്ട് ഇനിയും കൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് കൂട്ടി പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഷൂ ആണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചത്. അപ്പോൾ ഈ ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഇനി നമ്മളിവിടെ യാണ് കട്ട് ചെയ്തിട്ട് ഈ ഒരു യാണിനെ ഒന്നെങ്കിൽ നമുക്ക് സൂചി ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അത് കാണാത്ത രൂപത്തിൽ ഉള്ളിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു പെർഫെക്ഷൻ ആവും കേട്ടോ. അപ്പോൾ നമുക്കിത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബിസിനസ് കൂടിയാണ് കേട്ടോ ഈ ഒരു ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചെടുത്തിട്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് നിങ്ങൾ എന്തായാലും ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയിട്ട് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് നിങ്ങൾ സക്സസ് ആയിട്ടുള്ള നല്ല ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.